Good morning, students. അടുത്ത question ഇതാണ്. Find the solution of an equal to 3an minus 1 plus 2n, where a1 is equal to 3. The first order linear reconciliation with the non-homogeneous. Right answer part is not equal to 0. Therefore, the non-homogeneous ആണ് first order. Second, first order linear reconciliation. First order linear reconciliation with the non-homogeneous. Now, the solution കണ്ടുപിടിക്കുക. The solution, general solution is general solution. an is equal to anh plus anb. അത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? To find anh. ആദ്യം anh കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? an minus 3an minus 1 is equal to 0. Right answer part എടുക്കണ്ട. an minus 3an minus 1 is equal to 0. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കണ്ട. n plus 1 കൊടുക്കണം. So an plus 1 is equal to 3an. n ന്റെ സ്ഥാനത്ത് n plus 1 കൊടുത്തു കഴിയുമ്പോൾ an plus 1 is equal to 3an. സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ here d is equal to 3. Therefore anh is equal to a into d raised to n ആണ്. a into 3 raised to. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമുക്ക് anh ഇനി to find anb. അടുത്ത anb കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇവിടെ assume anb is equal to, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് n ആണ്, 2n ആണ് നമുക്ക്. അപ്പോൾ നമുക്ക് പഠിച്ചിട്ടുണ്ട് f of n എന്നുള്ളത്. ഇവിടെ n ആണെങ്കിൽ നമ്മൾ anp ചൂസ് ചെയ്യേണ്ടത്, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ n ആണെങ്കിൽ anp ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? a1n plus a0 ഇതാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കണം, സ്റ്റാൻഡേർഡ് ഫോം ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ n ആണെങ്കിൽ a1n plus a0 anp ചൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് a1n plus anp is equal to a1n plus a0. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ n ആണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ anp ചൂസ് ചെയ്യേണ്ടത് എന്താണ്? a1n plus a0. അത് നിങ്ങൾ ഓർത്ത് വെക്കണം, a1n plus a0. റൈറ്റ് ഹാൻഡ് സൈഡിൽ n ആണെങ്കിൽ, റൈറ്റ് ഹാൻഡ് കോൺസ്റ്റന്റ് ആണെങ്കിലാണ് നമ്മൾ a into എഴുതുന്നത്. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ n ആണെങ്കിൽ a1n plus a0. ഇനി നമ്മൾ ഇത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് in 1 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a1n plus a0 minus 3 into a1n 3 into a1n minus 1 plus a0 is equal to 2. നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? an minus 3an minus 1 is equal to 2n ആയിരുന്നു. 2n മാത്രമായിട്ടാണ് തരത്തിലാക്കാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഷിഫ്റ്റ് ചെയ്തു. an ന്റെ പകരം എന്ത് കൊടുത്തു? a1n plus a0 കൊടുത്തു. മൈനസ് 3 into an minus 1 എന്ത് കൊടുക്കണം? n ന്റെ സ്ഥാനത്ത് n minus, അപ്പോൾ a1 into n minus 1 plus a0 is equal to 2. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ a1n plus a0 minus 3 into, ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ a1n minus a1 plus a0 is equal to 2. a1n minus a1 plus a0 equal to. Therefore, bracket open a1n plus a0 minus 3a1n minus plus 3a1. Bracket open plus 3a1 minus 3a0 is equal to 2. ഇത് നോക്കാം, ഇവിടെ a1n ഉണ്ട് അല്ലേ? a0 ഏതൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ ക്യാൻസൽ ചെയ്യാനായിട്ട് നമുക്ക് ഏതെങ്കിലും ക്യാൻസൽ, ഇവിടെ 3a0 ആണ്, ഇവിടെ a0 ഉണ്ട്, മൈനസ് 3a0 ഉണ്ട്, ഇവിടെ 3a1 ഉണ്ട്, 3a1n ഉണ്ട് അല്ലേ? 3a1n. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ, ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ a1n കിട്ടേ ഉള്ളൂ, a0 ഉണ്ട്, മൈനസ് 3a1n. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാം a0 ഈ a1n-ഉം മൈനസ് 3a1n കൂട്ടുമ്പോൾ മൈനസ് 2a1 എന്ന്. പിന്നെ എന്താണ്? ഇവിടെ 3a1 plus 3a1
എഴുതി. പിന്നെ എ നോട്ട് മൈനസ് 3 എ നോട്ട്, അപ്പോൾ മൈനസ് 2 എ നോട്ട് ഇത് നമ്മൾ കമ്പയറിംഗ് ദി coefficients of n on both sides. രണ്ട് വശത്തുള്ള n ന്റെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്താ കിട്ടുന്നത്? -2a1 എന്നുള്ളത് ഇവിടെ ഒരു ടേം മാത്രമേ ഉള്ളൂ. -2a1. റൈറ്റ് ഹാൻഡ് സൈഡിൽ 2. therefore a1 is equal to -1. a1 ന്റെ വാല്യൂ -1 കിട്ടി. therefore ഇത് നമുക്ക് a1 കിട്ടി കഴിഞ്ഞാൽ a നോട്ട് കിട്ടും. a നോട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് ടൈം കമ്പയറിംഗ് ദി coefficients of constant time equate ചെയ്യും. കോൺസ്റ്റന്റ് ടൈം ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ a1 ഇവിടെ a1 -2a1 വരും. a നോട്ടും ഇവിടെ a നോട്ട് എഴുതേണ്ട ആവശ്യമില്ല. -2a1 തന്നെ 3a1 -2a1. അപ്പോൾ നമുക്ക് a നോട്ടിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ അപ്പുറത്ത് a നോട്ട് ഇല്ല. therefore a naught is equal to 0. a naught value 0 ആണ്. therefore നമ്മുടെ സൊല്യൂഷൻ അതുകൊണ്ട് നമ്മുടെ a naught equal to ഇവിടെ a naught ന്റെ വാല്യൂ a naught is equal to -3a naught ആണ്. അപ്പോൾ -2a naught റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡ് a equal to 3n minus 1 plus 2n ആണ്. Comparing the coefficients compare ചെയ്യുമ്പോൾ 2a naught is equal to constant term ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. നമ്മുടെ constant term കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ a1 is equal to -1 കിട്ടി. ഇനി comparing the coefficients of constant term compare ചെയ്യണം. Comparing the coefficients of constant term compare ചെയ്യുമ്പോൾ ഇവിടെ 3a1 ഉണ്ട്. പിന്നെ -2a naught that is equal to എന്താണ്? 0. റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റന്റ് ടൈം ഇല്ല, അപ്പോൾ 0 വന്നില്ല. 3a1 -2a naught equals 0. ഇത് a1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. a1 എത്രയാണ്? 3 × -1 -2a naught is equal to 0. -3 -2a naught is equal to 3 0. അപ്പോൾ -2a naught is equal to 3 വരും. a naught ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? -3. a naught is equal to 3 കിട്ടി. a naught is equal to -3. therefore a and p യുടെ വാല്യൂ എത്രയാണ്? a1n plus a naught. a1 എത്ര കിട്ടിയത്? -1. അപ്പോൾ -n plus a naught എത്രയാണ് കിട്ടിയത്? a naught is equal to -3. അപ്പോൾ a n p കിട്ടി, a n h കിട്ടി, -n -3/2. മറ്റേത് a n h എത്രയായിരുന്നു? a n h നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സൊല്യൂഷൻ therefore a n is equal to a n h എത്രയായിരുന്നു? a n h is equal to a into 3 raised to n plus ഇവിടെ നമുക്ക് -n എന്നാണ് കിട്ടിയത്. ഇനി നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? a1 is equal to 3 എന്നാണ്. a1 is equal to 3 ഉപയോഗിച്ച് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? a നെ കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? a1 is equal to 3. a1 is equal to 3 ആവുമ്പോൾ ഇവിടെ 3 is equal to ഇവിടെ a into അല്ലേ? a into n നമ്മൾ 1 കൊടുക്കുമ്പോൾ 3a minus n 1 കൊടുക്കുമ്പോൾ -1 -3. therefore നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 3 അവിടെ നിർത്തിയിട്ട് 3 + 1 + 3/2 is equal to 3. In simple form of 4 + 3/2 is equal to 3. 4 8 8 3 11 11/2 is equal to 3a വരും. therefore a യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 11/6. therefore a is equal to
11/6. Therefore, required solution. Therefore, solution is നമ്മുടെ solution എന്താണ്? an is equal to a യുടെ സ്ഥാനത്ത് എന്ത് എഴുതണം? 11/6 3 raised to n minus n minus 3. ഇതാണ് നമുക്ക് n greater than equal to n greater than equal to. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ സൊല്യൂഷൻ. ഫൈനൽ സൊല്യൂഷൻ will be 11/6 3 raised to n minus n minus 3/2 n greater than equal to. ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഇതൊരു ഫസ്റ്റ് ഓർഡർ ലീനിയർ റെക്കൺസിലേഷൻ വിത്ത് നോൺ ഹോമോജീനിയസ് ആണ്. ഇവിടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ANH plus ANP ആണ്. ANH plus ANP. ആദ്യം നമ്മൾ ANH കണ്ടുപിടിക്കണം. ANH കണ്ടുപിടിക്കാനായിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് പാർട്ട് 0 ആക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് പാർട്ട് 0 ആക്കി. അപ്പോൾ ANH കിട്ടിയ നമുക്ക് ANH എന്താ കിട്ടിയത്? a into 3 raised to n. അതിന് എന്ത് ചെയ്തു? an minus 3an minus 1 equal to 0. അപ്പോൾ an is equal to 3an minus 1. ഇനി n സ്ഥാനത്ത് n plus 1 കൊടുത്തു. അപ്പോൾ an plus 1 is 3an. ഇത് സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്തു. അങ്ങനെ കമ്പയർ ചെയ്തപ്പോൾ d യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? d യുടെ വാല്യൂ 3. Therefore, solution എന്താണ്? a into d raised to n ആണ്. അപ്പോൾ a into 3 raised to n. അപ്പോൾ ANH എന്നുള്ള ഹോമോജീനിയസ് സൊല്യൂഷൻ കിട്ടി. ഇനി പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടണം. പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിൽ റൈറ്റ് ഹാൻഡ് സൈഡ് 2n ആണ്. f of n equal to n ആണെങ്കിൽ നമ്മൾ ANP ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? a1n a1n plus a0 ആണ്. a1n plus a0. റൈറ്റ് ഹാൻഡ് സൈഡ് n എന്നാണെങ്കിൽ n ഉണ്ടെങ്കിൽ n എടുക്കണമെങ്കിൽ a1n plus a0. ഇവിടെ ANP നമ്മൾ എന്ത് ചൂസ് ചെയ്യണം? a1n plus a0. അപ്പോൾ a എന്നുള്ളത് ANP എന്നുള്ളത് a1n plus a0 ചൂസ് ചെയ്തിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള an-നെയും an minus 1-നെയൊക്കെ നമ്മൾ a1n plus a0 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം n-ന്റെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യാം. n-ന്റെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ a1-ന്റെ വാല്യൂ എന്ത് കിട്ടും? -1 കിട്ടും. a1-ന്റെ വാല്യൂ -1. ഇനി അടുത്ത നമുക്ക് കോൺസ്റ്റന്റ് ടൈം കമ്പയർ ചെയ്യാം. കോൺസ്റ്റന്റ് ടൈം കമ്പയർ ചെയ്യുമ്പോൾ a0-ന്റെ വാല്യൂ എത്ര കിട്ടും? -3 കിട്ടും. അപ്പോൾ a1 കിട്ടി, a0 കിട്ടി. a1 a0 കിട്ടിക്കഴിഞ്ഞാൽ ANP എന്താണ്? ANP എന്ന് പറഞ്ഞാൽ a1n പ്ലസ് a0 എന്നാണ്. a1n പ്ലസ് a0. അപ്പോൾ a1ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതി? മൈനസ്. അപ്പോൾ -n minus 3/2. Therefore, നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എന്ത് കിട്ടി? an is equal to നമ്മുടെ ANH ANP കൂട്ടി വയ്ക്കുക. ANH എന്താണ്? a into 3 raised to n. ഇവിടെ എന്താണ്? -n minus 3/2. ഇനി നമുക്ക് ആ a എന്നൊരു കോൺസ്റ്റന്റ് ഉണ്ട്. ആ കോൺസ്റ്റന്റിനെ കണ്ടുപിടിക്കണം. ആ കോൺസ്റ്റന്റിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണ്? ഒരു ബൗണ്ടറി കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താണ് ബൗണ്ടറി കണ്ടീഷൻ? ഇവിടെ നമുക്ക് a1 is equal to 3 എന്നിട്ടുണ്ട്. അപ്പൊ ഈ സൊല്യൂഷനിൽ n is equal to 1 കൊടുക്കുക. n is equal to 1 കൊടുക്കുമ്പോൾ നമുക്ക് a യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 11/6 കിട്ടും. Therefore, our final solution, നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എന്താണ്? an is equal to 11/6 3 raised to n minus n minus 3/2 n greater than 6. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ സൊല്യൂഷൻ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളട്ടെ.